ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഒരു ആക്സിഡന്റ് പറ്റിയിട്ടിരിക്കുക. ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചതാ. എന്നിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയേക്കുക. സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയിരിക്കുക. അതിന്റെ ട്രീറ്റ്മെന്റിൽ വല്ലതാണോ? ട്രീറ്റ്മെന്റിലാണ്. നെഞ്ചിന് താഴോട്ട് പാലൈസ്ഡാണ്. അത് മാറാം. സ്പൈനൽ കോഡ് ഇഞ്ചറി അല്ലേ ചേച്ചി? ഒന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അവൻ എന്നെ ഇട്ടിട്ട് പോയെങ്കിലുള്ളൂ എനിക്ക് അതില്ലാണ്ട് പറ്റത്തില്ല. അച്ചോടാ, sweet. ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടൊരു വീഡിയോ ആണത് അല്ലേ. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെയും നമ്മളെല്ലാവരും ഈ 2K കിഡ്സിനെ കുറിച്ച് ഇപ്പോഴും പലർക്കും പല അഭിപ്രായങ്ങളാണ്. എന്താ പറയുക, കള്ളിനും കഞ്ചാവിനൊക്കെ അടിമപ്പെട്ടും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ 2K കിഡ്സ് ആണ് എന്നുള്ളൊരു അഭിപ്രായം പൊതുവേ സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ എല്ലായിടത്തും തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഇവരുടെ സാന്നിധ്യം വളരെയേറെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കമൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെയുള്ള ഒരു മാനുഷികമായിട്ടുള്ള ഒരു ചിന്തകളൊക്കെ ഇവർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢതയുണ്ടോ എന്നൊക്കെയുള്ളൊരു ചിന്ത പലപ്പോഴും പലയിടങ്ങളിലും ഉയർന്നു കേൾക്കാറുണ്ട്. കാരണം നമുക്കറിയാം, മാതാപിതാക്കളെ പോലും അതിദാരുണമായി അതിക്രൂരമായി കൊന്നു തള്ളുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത സാധാരണഗതിയിൽ തന്നെ ഒരു സാധാരണ മനുഷ്യൻ ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്കറിയാം തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കേൾക്കുകയും നമ്മൾ കാണുകയും ചെയ്യുന്ന വാർത്തകളും സംഭവങ്ങളും എല്ലാം അതുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങളായതുകൊണ്ട് നമുക്കതിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇന്ന് ഈ നമ്മളൊക്കെ ചെറുപ്പത്തിൽ, ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിലും അന്നും ഈ മദ്യമുണ്ട്, സിഗരറ്റുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അന്നും ഉണ്ട്. പക്ഷേ നമ്മളൊന്നും ആ ഒരു കാലഘട്ടത്തിൽ അതൊന്നും ഉപയോഗിക്കാൻ പോയിട്ടാവുന്ന അത് വേണമെന്ന് പോലും നമ്മളൊന്ന് ആലോചിച്ചിട്ട് പോലും ആഗ്രഹിച്ചിട്ട് പോലും. കാരണം അത് കുട്ടികൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ മുതിർന്നവരാണത് ഉപയോഗിക്കുന്നൊക്കെയുള്ള അങ്ങനെ എന്തൊക്കെയോ ഒരു ചിന്തയായിരുന്നു എനിക്ക് തോന്നുന്നു. നമ്മുടെ അപ്പനും നമ്മുടെ വീട്ടുകാരൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ അല്ലേ, മദ്യം കുടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, സിഗരറ്റ് വലിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കണമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തായിരുന്നു അന്നത്തെ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം ഒന്ന് എഴുതണം കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെയും കുറച്ച് പേര് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ബന്ധങ്ങൾക്ക് ഇത്രയും വില കൊടുക്കുന്ന കുറച്ച് കുട്ടികൾ. ശരിക്കും പറഞ്ഞാൽ ഇതുകൂടി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് മനസ്സിലാവുന്നില്ലടോ തന്നെ എന്ന് പറയുന്ന ഒരു സിനിമ ഡയലോഗില്ലേ, ആ സംഭവം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ശരിക്കും ഈ 2K കിഡ്സ് എന്ന് പറയുന്ന ഒരു മിസ്റ്ററിയാണ്, ഒരു രഹസ്യമാണ് അവർ അല്ലേ. അവരെ അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് അതിൻ്റെ സത്യവും. ഇപ്പോൾ ഒരാളെ കണ്ടു കഴിയുമ്പോൾ, ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ, ഒരു ആൺകുട്ടി പെൺകുട്ടി കണ്ടുമ്പോൾ അവരാരാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ. അതെങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കും അറിയത്തില്ല. പക്ഷേ ദേ ആർ ഗുഡ്, ദേ മാർവലസ്. അവരുടെ കപ്പാസിറ്റിയും അവരുടെ കഴിവും അതൊക്കെ വെച്ചാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാണ്ട് അവർക്ക് സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം.